റസൂൽ പറഞ്ഞു അസ്സഹൂറു അക്ലത്തുൻ ബറക്ക, ഒരു ബറക്കത്തുള്ള അന്നമാണ് സഹൂർ എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നു. വലു അയ്യജ്റ അഹദുക്കും ജർഅതൻ മിൻ മാഇൻ, ഒരു കോരിൽ വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ അത് തമ്രായാൽ വളരെ നന്നായി. നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംറു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്താഴമായി തമ്ര് വളരെ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരമാവധി അത് വൈകിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, റസൂലുള്ളാഹ് അത്താഴം കഴിച്ചാൽ പിന്നീട് നിസ്കാരത്തിലേക്ക് നിൽക്കാൻ എത്ര സമയമുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഒരു 50 ആയത്തോന്നുന്ന സമയം, ഒരു 10-15 മിനിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്താഴം കഴിക്കാൻ ആരും മറക്കാൻ പാടില്ല. പിന്നെ നോമ്പ് തുറക്കേണ്ടതും സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം. ഇല്ല, എല്ലാ ബാങ്കും കേട്ടിട്ടില്ല എന്ന് പറയേണ്ടതില്ല. സമയമായോ, ബാങ്ക് കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി, അവിടെ നമ്മൾ നോമ്പ് തുറക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാൽ നാസ് ബിഖൈരിൻ മഅജിൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ സമയമായാൽ അതിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങളൊക്കെ ഹൈറിലായിരിക്കുമെന്ന്. റസൂലുള്ളാഹി നോമ്പ് തുറന്നിരുന്നത് അത് പച്ച ഈത്തപ്പഴം കൊണ്ടായിരുന്നു, അത് കിട്ടിയില്ല എങ്കിൽ കാരക്ക കൊണ്ടായിരുന്നു, അതുമില്ല എങ്കിൽ വെള്ളം കുടിച്ചായിരുന്നു എന്നൊക്കെയാണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ദഹബല്ലംഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത്.